ഹലോ, ഗുഡ് മോർണിംഗ്. വിവിധ ജീവിതശൈലീ രോഗങ്ങൾ നമ്മുടെ ചിട്ടയില്ലാത്ത ജീവിത രീതികൾ കൊണ്ട് നമ്മെ ബാധിക്കുന്ന കാലമാണല്ലോ ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൽ പ്രധാനമായ ഒരു രോഗാവസ്ഥയെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചെറിയ ഒരു പ്രശ്നമല്ല ഇത്. ക്ലിനിക്കലി തെളിയിക്കപ്പെട്ട ഒരു മരുന്നും ഇല്ലതാനും. നിത്യജീവിതത്തിൽ ഏറെ സ്ട്രെസ്സിലൂടെ കടന്നുപോകുന്നവരും എന്തിനും ഏതിനും പഴിയും കുറ്റപ്പെടുത്തലും കേൾക്കേണ്ടിവരും എന്ന ജീവിത സാഹചര്യമുള്ളവരും നേരിടാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയാണിത്. ഇവിടെ രണ്ട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആദ്യത്തേത് നിലവിലെ ജീവിത സാഹചര്യങ്ങൾ രോഗിക്ക് അനുയോജ്യമാക്കുക എന്നത് ആണ്. അടുത്തത് മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ പരിഗണിക്കാതെ രോഗിയുടെ മാത്രം സൗഖ്യം പരിഗണിച്ചു രോഗിക്ക് അനുയോജ്യമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് താമസം മാറുക എന്നതാണ്. അതിനുശേഷം ചികിത്സ ആരംഭിച്ചാൽ വളരെ അധികം സുഖപ്പെടും. ആൾട്ടർനേറ്റീവ് ചികിത്സാരീതി ഉപയോഗിച്ച് പൂർണ്ണമായും അസുഖം മാറിയ ആളുകൾ പോലും ഉണ്ട് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഇത് തുടങ്ങേണ്ടത്. എന്താണ് പാർക്കിൻസൺസ് രോഗം? ഇത് എങ്ങനെ സുഖപ്പെടുത്താം? കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ലഭ്യമായ ചികിത്സകൾ എന്നിവ നമുക്ക് ചർച്ച ചെയ്യാം. പാർക്കിൻസൺസ് രോഗം ഒരു സങ്കീർണമായ അവസ്ഥയാണ്. അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ ഗവേഷകർ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. അറിയപ്പെടുന്ന ഒരൊറ്റ കാരണമില്ലെങ്കിലും തലച്ചോറിലെ കുറഞ്ഞ ഡോപാമൈൻ അളവ് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ വികാസത്തിന് കാരണമാകുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ചലനം, പ്രചോദനം, പ്രതിഫലം എന്നിവയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപാമൈൻ. പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളും രോഗനിർണയവും എന്താണ്? പാർക്കിൻസൺസ് രോഗത്തിൻ്റെ സവിശേഷത വിരയൽ, കാഠിന്യം, മന്ദതയിലുള്ള ചലനം തുടങ്ങിയ ലക്ഷണങ്ങളാണ്. പാർക്കിൻസൺസ് രോഗനിർണയം വെല്ലുവിളിയാകാം, കാരണം ഇതിന് പ്രത്യേക പരിശോധനയില്ല. രോഗനിർണയം നടത്താൻ ഡോക്ടർമാർ സാധാരണയായി മെഡിക്കൽ ചരിത്രം, ശാരീരിക പരിശോധനകൾ, ന്യൂറോളജിക്കൽ പരിശോധനകൾ എന്നിവയെ ആശ്രയിക്കുന്നു. ചികിത്സ ഓപ്ഷനുകൾ. പാർക്കിൻസൺസിന് ചികിത്സയില്ലെങ്കിലും വിവിധ ചികിത്സകൾ രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കും. ചില ഫലപ്രദമായ ഓപ്ഷനുകൾ ഇതാ. പാർക്കിൻസൺസിന് ഫലപ്രദമായ മരുന്നുകൾ. കാർബിഡോപ്പ, ലെവോഡോപ്പ പോലുള്ള ഡോപാമൈൻ റീപ്ലേസ്മെന്റ് തെറാപ്പികൾ രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. ഡോപാമൈൻ അഗോണിസ്റ്റുകൾ, MAOB ഇൻഹിബിറ്ററുകൾ തുടങ്ങിയ മറ്റ് മരുന്നുകളും ഫലപ്രദമാണ്. ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ, DBS എന്നത് വേറൊരു രീതിയാണ്. ഈ ശസ്ത്രക്രിയയിൽ ഡോപാമൈൻ ഉൽപാദനം ഉത്തേജിപ്പിക്കുന്നതിനായി തലച്ചോറിൽ ഒരു ഇലക്ട്രോഡ് സ്ഥാപിക്കുന്നു. പ്രകമ്പനം കുറയ്ക്കാനും മോട്ടോർ പ്രവർത്തനം മെച്ചപ്പെടുത്താനും DBSന് കഴിയും. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വളരെ പ്രധാനമാണ്. പതിവ് വ്യായാമം, സന്തുലിതമായ ഭക്ഷണക്രമം, സമ്മർദ്ദ നിയന്ത്രണം, സ്ട്രെസ് ഫ്രീ ജീവിതം എന്നിവ രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. യോഗ, തായ്ചി, നീന്തൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വഴക്കവും സന്തുലിതാവസ്ഥയും മെച്ചപ്പെടുത്തും. ഇനി ഇതര ചികിത്സകൾ എന്തെല്ലാം എന്ന് നോക്കാം. മസാജ് തെറാപ്പി, അക്യൂപഞ്ചർ, ധ്യാനം എന്നിവയും ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനും മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്താനും സഹായിച്ചേക്കാം. എന്തെല്ലാമാണ് പാർക്കിൻസണ് ചികിത്സയിൽ വളർന്നുവരുന്ന ഗവേഷണം എന്ന് നോക്കാം. MRI ഗൈഡ് ഫോക്കസ്ഡ് അൾട്രാസൗണ്ട്, ജീൻ തെറാപ്പി എന്നിവയുൾപ്പെടെ പുതിയ ചികിത്സകൾ ഗവേഷകർ പര്യവേക്ഷണം ചെയ്യുകയാണ്. ഈ നൂതന സമീപനങ്ങൾ രോഗലക്ഷണ മാനേജ്മെന്റ് മെച്ചപ്പെടുത്താനും രോഗത്തിന്റെ പുരോഗതി മന്ദഗതിയിലാക്കാനും ലക്ഷ്യമിടുന്നു. രോഗാവസ്ഥ നേരിടുന്ന ഒരു വ്യക്തി ഫലപ്രദമായ ചികിത്സക്കായി ആദ്യം ചെയ്യേണ്ടത് നിലവിലെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയും പ്രമേഹം, ബ്ലഡ് പ്രഷർ തുടങ്ങിയ രോഗങ്ങളെ നിയന്ത്രിക്കുകയുമാണ്. നിലവിലെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് പാർക്കിൻസൺ ചികിത്സയിൽ വളരെയധികം ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു.
താൽക്കാലിക ബുദ്ധിമുട്ടിലൂടെ പിന്നീട് ഉണ്ടാകാവുന്ന വലിയ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നു. ഓർക്കുക, പാർക്കിൻസൺസുമായുള്ള ഓരോ വ്യക്തിയുടെയും അനുഭവം സവിശേഷമാണ്, കൂടാതെ ഒരു വ്യക്തിഗത ചികിത്സാ പദ്ധതി വികസിപ്പിക്കുന്നതിന് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും മരുന്നുകളെക്കുറിച്ച് അറിയാനും ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണൂ. അതിനായി ഇന്നുതന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭാശംസകൾ.